നമ്മുടെ സമയങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബറക്കത്തുള്ള സമയമാണ് ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം. ഇശാ മഗ്‌രിബിനിടയിൽ ഒരാൾ വെറുതെ ഇരുന്നാൽ അവന് സ്വർഗം തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. പക്ഷെ ആ ഇരുത്തത്തിൽ ഒരു ശൈലിയുണ്ട്, എങ്ങനെ ഇരിക്കണമെന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ വീഴ്ചകളും അല്ലാഹു മാഫ് ചെയ്തു തരട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത, കമന്റുകളായൊക്കെ അറിയിച്ച, ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ നമ്മളോട് ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു അവരുടെ ഖൽബിലുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദിവസങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള ഒരു സമയമാണ് ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം. മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം ഏറ്റവും പോരിശയാർന്ന ഒരു സമയമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ സമയം വെറുതെ പാഴാക്കി കളയാറുണ്ട്. ഒരു കാര്യത്തിലും പെടാതെ അല്ലെങ്കിൽ ഒരു നന്മയും ചെയ്യാതെ പലപ്പോഴും നമ്മുടെ ആ സമയം പാഴായി പോകാറുണ്ട്. എന്നാൽ വെറുതെ ഇരുന്നാലും ആ സമയത്ത് കൂലി കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഇരിക്കുന്നതിനൊരു ശൈലിയുണ്ട്. എങ്ങനെങ്കിലുമൊക്കെ ഇരുന്നാൽ പോരാ, ടിവിയുടെ മുമ്പിൽ പോയി ഇരുന്നാൽ പോരാ, മറിച്ച് ആ ഇരുത്തത്തിനൊരു ശൈലിയുണ്ട്. അപ്രകാരം നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാലും കൂലി കിട്ടും. അത് ചെറിയ കൂലിയല്ല, പരിശുദ്ധ സ്വർഗം തന്നെ കിട്ടും എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഖഫ നഫ്സഹു മാ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ഈ മസ്ജിദ് ജമാഅത്തിൻ. ഒരാൾ നിസ്കരിച്ച സ്ഥലത്ത് അവൻ ആ നിസ്കാര ശേഷം, മഗ്രിബ് നിസ്കാര ശേഷം അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. അവന്റെ ശരീരത്തെ അവൻ പിടിച്ചിരുത്തി അവിടെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിച്ച മുസല്ലയിൽ അവർ അവിടെ ഇരുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലാണ് നിസ്കരിച്ചെങ്കിൽ ആ പള്ളിയിൽ അവർ നിസ്കരിച്ച മുസല്ലയിൽ അവർ ഇരുന്നു കഴിഞ്ഞാൽ ലം യതകല്ലം, അവരൊരക്ഷരം മിണ്ടിയില്ല. ആ ഇരുത്തത്തിൽ ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കലല്ല, അടുത്തിരിക്കുന്നവനോട് കഥ പറയലല്ല, അല്ലെങ്കിൽ വീട്ടുകാരോട് കഥ പറഞ്ഞിരിക്കലല്ല, മറിച്ച് ആ ഇരുത്തത്തിൽ ഇരുന്ന് ഒരക്ഷരം പോലും മിണ്ടാതിരുന്നു, വെറുതെ ഇരുന്നു. അതോടൊപ്പം നബിതങ്ങൾ ചേർത്തു പറയുന്നുണ്ട്, ഇല്ലാ ബി സ്വലാത്തിൻ വ ഖുർആനിൻ, അവൻ ഖുർആൻ ഓതുകയോ അല്ലെങ്കിൽ നിസ്കരിക്കുകയോ ഒക്കെ ചെയ്യലല്ല, മറിച്ച് വെറുതെ ഇരുന്നു. ഇനി നിസ്കരിക്കുകയോ ഖുർആനൊക്കെ ഓതി എന്ന് കരുതിയിട്ട് ഈ കൂലിക്ക് കുറവൊന്നും വരൂല, അതിന് കൂടുതൽ കൂലി കിട്ടുമെന്നല്ലാതെ ഇനി അതൊന്നും ചെയ്തില്ല, അവൻ വെറുതെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നാലും ഹഖ്ഖൻ അലല്ലാഹി തആല അയ്യുദ്ഖിലഹുൽ ജന്ന, ഈ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ കടത്തുക എന്നുള്ളത് അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഇരുന്നവന് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ആ ഇരിപ്പ് എപ്പോഴാകണം? ഇശാ മഗ്‌രിബിന്റെ ഇടയിലാകണം. ഒരക്ഷരം മറ്റുള്ളവരോട് അനാവശ്യമായ സംസാരങ്ങളില്ലാതെ, ദുന്യവിയായ സംസാരങ്ങൾ, കേൾവികളില്ലാതെ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി ഒരു വ്യക്തി ഇശാ മഗ്‌രിബിനിടയിൽ വെറുതെ ഇരുന്നാലും സ്വർഗം അവന് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പോരിശയുള്ള സമയമാണ് ആ സമയം, അത്ര ബറക്കത്തുള്ള, അത്ര നമ്മൾ ഏറ്റവും കൂടുതൽ ഇബാദത്തിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ്. എന്നാൽ ഈ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ കുറച്ച് നിസ്കാരങ്ങൾ, കുറച്ച് റക്അത്തുകൾ, കുറച്ച് സുജൂദുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലോ, തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് പഠിക്കാം. ആ സമയത്തുള്ള ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരം, ആ നിസ്കാരം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി, ആ കൂലി ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതെന്റെ വകയായി പറയല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇശാ മഗ്‌രിബിനിടയിൽ പ്രത്യേക പരിഗണനയോടുകൂടി നിസ്കരിക്കേണ്ട ചില റക്അത്തുകളെ പറ്റി, നിസ്കാരങ്ങളെ പറ്റി മുത്തുനബി തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ സിത്ത റക്അത്തിൻ ബഅദ സ്വലാത്തിൽ മഗ്രിബ്, ആരെങ്കിലും ഒരാൾ മഗ്രിബ് നിസ്കരിച്ച ശേഷം, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 6 റക്അത്തുകൾ, സുന്നത്തായ 6 റക്അത്തുകൾ അവന് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, ഒരാൾക്ക് അവസരം കിട്ടി 6 റക്അത്ത് നിസ്കരിക്കാൻ, ലം യതകല്ലം ബൈനഹുന്ന ബിസ്സൂഇ, ഇതിനിടയിൽ അവൻ മോശമായ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല, ദുനിയാവിന്റെ ഒരു സംസാരവും അവൻ സംസാരിച്ചിട്ടില്ല, ദിക്റുകളോ സ്വലാത്തോ ദുആയോ ഒന്നും അല്ലാതെ ദുനിയാവിന്റെ എന്തെങ്കിലും മോശമായ സംഗതികൾ അവന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഈ 6 റക്അത്തുകൾ കൃത്യമായി അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ
ഇത് പകരം നിൽക്കുന്നതാണ് 12 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയോട് സമമായി നിൽക്കുന്നതാണ് എന്ന്. നോക്കുങ്ങൾ, കേവലം 6 റക്അത്ത്, കേവലം 6 റക്അത്തിന് 12 വർഷത്തെ ഇബാദത്തിന്റെ കൂലി. നോക്കുങ്ങൾ, 2 ദിവസം ഒരാൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയാലോ 24 വർഷം ഇബാദത്ത് ചെയ്ത കൂലി. ഇങ്ങനെ തുടങ്ങി ഓരോ 6 റക്അത്തുകൾക്കും 12 വർഷത്തെ അമലുകൾ വീതം എന്ത് ചെയ്യും, ഇബാദത്തുകൾ വീതം ഇവന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുകയാണ്. തുച്ഛമായ 50, 60, 70 ഒക്കെ വർഷം ജീവിക്കാൻ അവസരം കിട്ടി. ആ കിട്ടിയ അവസരത്തിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നമുക്കറിയാം. നമ്മുടെ നിസ്കാരങ്ങൾ എങ്ങനെയാണ്, നോമ്പ് എങ്ങനെയാണ്, ദിക്റുകൾ എങ്ങനെയാണ്, ഖുർആൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. ഈ ഖുർആൻ പാരായണങ്ങളും ദിക്ർ സ്വലാത്തുകളും നിസ്കാരങ്ങളും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ് എന്ന് നമുക്കറിയാലോ. എന്നാൽ പരിപൂർണമായ 12 വർഷത്തെ ഇബാദത്ത്, ഒരു കുറവുമില്ലാത്ത, ഒരു ചുരുക്കവുമില്ലാത്ത, ഒരു ഭംഗവുമില്ലാത്ത 12 വർഷത്തെ ഇബാദത്ത് ഒരൊറ്റ ദിവസത്തെ രാത്രിയിലെ കുറഞ്ഞ സമയത്ത് കേവലം 6 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു മനുഷ്യൻ എഴുതപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നാവ് കൊണ്ട് കളവ് പറയാത്ത നേതാവ് പറയുക, നാവ് കൊണ്ട് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി തങ്ങൾ പറയുകയാണ്, അവന് 12 വർഷത്തെ അമല് കിട്ടുമെന്ന്. കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തുൽ അവ്വാബീൻ എന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച ഒരു നിസ്കാരമാണ് 6 റക്അത്ത് അവ്വാബി. അതായത് അധികമായി പശ്ചാത്തപിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം. ആ നിസ്കാരം അവർക്കേ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ആ നിസ്കാരം അധികമായി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക്, ഖേദമുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുകയുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ ചേർത്ത് പെരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുക്കണ്ടേ, നമ്മുടെ പാപങ്ങളൊക്കെ ഒന്ന് പൊറുക്കണ്ടേ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്, മൻ സ്വല്ലാ 12 റക്അത്തൻ ബഅദൽ മഗ്രിബി. ഇനി 12 റക്അത്ത് ഒരാൾക്ക് മഗ്രിബിന് ശേഷം നിസ്കരിക്കാൻ പറ്റി. 6 റക്അത്ത് നിസ്കരിച്ചവന് 12 വർഷത്തെ അമൽ അല്ലാഹു എഴുതും. 12 വർഷം. ഇനിയോ ഈ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടി. ആരെങ്കിലും അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ടോ യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ബി ഫാത്തിഹത്തിൽ കിതാബി മറ, എല്ലാ റക്അത്തിലും അവൻ ഫാത്തിഹ ഓതി, ഒരു തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം വഖുൽ ഹുവല്ലാഹു അഹദ് 3 മറത്ത്, ഓരോ റക്അത്തിലും 3 തവണ വീതം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതി. എങ്ങനെ ഓതേണ്ടത്? 12 റക്അത്ത് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ എല്ലാ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്. പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് ഓതാൻ പറ്റും. ഇങ്ങനെ ഓതി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, 12 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, ഗഫറല്ലാഹു ലഹു ദുനൂബഹു കുല്ലഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തി ചെയ്ത മുഴുവൻ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹു പുറത്തു കൊടുക്കും. ചെറുതെന്നോ വലുതെന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ കാരണം അത് അവ്വാബിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ്. അവരായി നിസ്കരിക്കുകയുള്ളൂ. അധികമായി തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ, ഖേദിച്ചു മടങ്ങുന്നവർ, റബ്ബിന്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കൂലേ? അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത, അല്ലെ അവൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും ദോഷങ്ങളെയും അല്ലാഹു അങ്ങോട്ട് മായ്ച്ചു കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്, ആഖിർ സമാനിലെ ചണ്ടി ചവറുകളാണ്. നമുക്കൊന്നും അമലുകളില്ല, നമുക്കൊന്നും ഇബാദത്തുകളില്ല. നമ്മുടെ ഈ ചെറിയ ചെറിയ ഇബാദത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയായി നമുക്ക് വെക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ സമയം പാഴാക്കാതിരിക്കുക. 6 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ 6 റക്അത്ത് നിസ്കരിക്കുക. ഇനി അതിനേക്കാൾ കൂടുതൽ 12 റക്അത്ത് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാലോ ആ 12 റക്അത്ത് നിസ്കരിക്കുക. പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ അത് മതിയെന്ന് നബിതങ്ങളല്ലേ പഠിപ്പിച്ചെന്നത്, നബിതങ്ങളല്ലേ പഠിപ്പിച്ചെന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയോ തീർന്നില്ല കേട്ടോ. ഇനി മുത്തുനബി തങ്ങൾ പറയാൻ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വല്ലാ ബൈന സ്വലാത്തിൽ മഗ്രിബി വൽ ഇശാഇ, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാ നിസ്കാരത്തിന്റെയും ഇടയിൽ നിസ്കരിക്കുകയാണെങ്കിൽ 20 റക്അത്ത്, ഒരാൾക്ക് 20 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടും. 6 അല്ല, 12 അല്ല, 20 റക്അത്ത് നിസ്കാരം ഒരാൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടി. എന്നിട്ടോ യഖറഉ ഫീ കുല്ലി റക്അത്തിൻ ബി ഫാത്തിഹത്തിൽ കിതാബി മറ, എല്ലാ റക്അത്തിലും അവൻ ഫാത്തിഹ സൂറത്ത് ഒരു തവണ ഓതി, അതിനുശേഷം വഖുൽ ഹുവല്ലാഹു അഹദ് മററതൻ,
ഒരു തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മോദി, ഒരൊറ്റ തവണ എല്ലാ റക്അത്തിലും. അപ്പൊ 20 റക്അത്തിൽ 20 ഫാത്തിഹയും 20 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഒരാൾ ഓതി. അങ്ങനെ 20 റക്അത്ത് അവൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാവൽ അവന് നൽകും. ചെറിയ കാവലല്ല. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് അല്ലാഹുവിന്റെ പ്രത്യേക ഹിഫ്ള് ഉണ്ടാകുന്നതെന്ന് മുത്തുനബി തങ്ങൾ എണ്ണി പറയുകയാണ്. ഹുഫിള ഫീ അഹ്ലിഹി, ആദ്യമായി അവന്റെ അഹ്ലുകാരെ അല്ലാഹു സംരക്ഷിക്കും, അല്ലെ അവളുടെ അഹ്ലുകാരെ സംരക്ഷിക്കും. ആരാണോ നിസ്കരിക്കുന്നവര് അവരുടെ അഹ്ലുകാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ അഹ്ലുകാർ ആരൊക്കെയുണ്ടോ ആ അഹ്ലുകാർക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകും. അഹ്ലുകാർക്ക് കാവലുണ്ടാവും. അതോടൊപ്പം തന്നെ വമാലിഹി, ആ വ്യക്തിയുടെ, ആ നിസ്കരിച്ച വ്യക്തിയുടെ സമ്പത്തിനെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. കള്ളന്മാർ എടുത്തുകൊണ്ടുപോകൽ, അല്ലെങ്കിൽ നശിച്ചു പോകൽ, തീ കത്തി നശിക്കൽ, വെള്ളത്തിൽ മുങ്ങിപ്പോകൽ, ഭൂകമ്പത്തിൽ നശിച്ചു പോകൽ തുടങ്ങി എന്തൊക്കെ വിഷയങ്ങളിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ടോ അതിനെ തൊട്ടൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ കാവൽ. ആര് കാക്കും? അള്ളാഹു കാക്കും. അള്ളാഹുവിന്റെ കാവലുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ല. അവിടെ അള്ളാഹുവിന്റെ കാവലുണ്ടെങ്കിൽ വേറൊന്നും പേടിക്കാനില്ല. وقاية الله أغنت عن مضاعفة من الدروع وعن علم من الأتوم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ കാവലുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ പേടിക്കാനില്ലല്ലോ. അവന്റെ അഹ്ലുകാരെ അള്ളാഹു കാത്തുരക്ഷിക്കും. അതോടൊപ്പം അവന്റെ സമ്പത്തിനെ അള്ളാഹു കാക്കും. വലദിഹി, അവന്റെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കും. അവളുടെ മക്കളെ അള്ളാഹു രക്ഷിക്കും, കാത്തുരക്ഷിക്കും. നമ്മുടെ മക്കൾ ഇന്നത്തെ കാലഘട്ടം വലിയ മോശമായ കാലഘട്ടമാണ്. ഒന്നിനു പിറകെ ഒന്നായി മുസീബത്തുകൾ ഇറങ്ങുന്ന കാലഘട്ടമാണ്. മക്കളെ പിഴപ്പിക്കാൻ പല ലഹരി മാഫിയകളും കറങ്ങി നടക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ പല ആളുകളും നടക്കുകയാണ്. പ്രേമത്തിൽ കുടുക്കി കൊണ്ടുപോകാൻ പല ആളുകളും കാത്തിരിക്കുകയാണ്. തുടങ്ങി നമ്മുടെ മക്കൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തീർക്കൽ നമുക്ക് അനിവാര്യമാണ്. റബ്ബിനെ ഏൽപ്പിക്കലല്ലാതെ മറ്റൊരു വഴിയില്ല. അള്ളാഹിനെ ഏൽപ്പിച്ചോട്ട് എന്ത് ചെയ്താൽ മതി? മാതാപിതാക്കളെ, എന്റെ ഉമ്മമാര് ഉപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം വെറുതെ പാഴാക്കല്ലേ, വെറുതെ നഷ്ടപ്പെടുത്തി കളയല്ലേ. നമ്മുടെ മക്കൾക്കുള്ളൊരു സംരക്ഷണമാക്കി നമുക്ക് നൽകാൻ പറ്റും. അള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. വലദിഹി, അവന്റെ മക്കളെയും അവളുടെ മക്കളെയും അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. വനഫ്സഹു, അതോടൊപ്പം അവന്റെ ശരീരത്തെയും അവളുടെ ശരീരത്തെയും അള്ളാഹു സംരക്ഷിക്കും. ഇത് ചെയ്യുന്ന വ്യക്തിയുടെ, നിസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തെയും അവന് അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ട് അവന്റെ അല്ലെങ്കിൽ അവർക്ക് മുസീബത്തുകൾ, രോഗങ്ങൾ തുടങ്ങി എന്തൊക്കെ ഇടങ്ങേറുകളുണ്ടോ അതിനെ തൊട്ടൊക്കെ അള്ളാഹുവിന്റെ ഒരു കാവൽ ആ വ്യക്തിക്ക് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ തീർന്നില്ല. വദീനഹു, അവന്റെ ദീനിനെയും അള്ളാഹു സംരക്ഷിക്കും. നമ്മുടെ ഈമാൻ തെറിച്ചു പോകൂല, ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ കാരണം ചിലപ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. എന്നാൽ ഈ 20 റക്അത്ത് നിസ്കരിക്കുന്നവന് അവന്റെ ഈമാൻ പ്രൊട്ടക്ഷൻ അള്ളാഹു കൊടുക്കും. അള്ളാഹു സംരക്ഷിക്കും അവന്റെ ഈമാന്. അള്ളാഹു എന്ത് ചെയ്യൂല? ആ ഈമാൻ നഷ്ടപ്പെടുത്തി കളയൂല. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. മരണാസന്നമായ സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈമാൻ തടഞ്ഞു വെക്കാൻ, അതൊന്ന് പിടിച്ചു നിർത്താൻ അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാവലാകുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ദുനിയാഹു, അവന്റെ ദുനിയാവിനെയും അള്ളാഹു കാത്ത് രക്ഷിക്കും. അവന് ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നിലനിർത്തി കൊടുക്കും. ആ ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ അള്ളാഹു സംരക്ഷിക്കും. അവന്റെ വീടുകൾ, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ എന്തൊക്കെയുണ്ടോ ആ മേഖലകൾ മുഴുവനും അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും, സംരക്ഷണത്തിലായിരിക്കും ഉണ്ടാകുക. ഇതിനേക്കാൾ വലിയൊരു സെക്യൂരിറ്റി വേറെ ആർക്ക് വേണം? വേറെ ആരുണ്ട് ഇതിനേക്കാൾ വലിയൊരു സെക്യൂരിറ്റി നൽകാൻ? ഇതിനേക്കാൾ വലിയൊരു സംരക്ഷണം നൽകാൻ ആർക്കാണ് കഴിയുക? അള്ളാഹു അല്ലാത്തൊരു സംരക്ഷകനുമില്ല. അവന് നൽകും. കഴിഞ്ഞില്ല. ആഖിറത്തഹു, എന്തിനേയും അവന്റെ ആഖിറത്തെയും അള്ളാഹു സംരക്ഷിക്കും. ദുനിയാവും ആഖിറവും മുഴുവൻ രക്ഷപ്പെടാൻ ആൾ ആഖിറത്തിൽ ചെന്ന് നിൽക്കുന്ന രംഗമൊക്കെ, മഹ്ശറാ വൻസഭയിൽ ചെന്ന് നിൽക്കുന്ന സമയം, കത്തിയാളുന്ന സൂര്യന് ചോടെ നിൽക്കുന്ന സമയം, റബ്ബിന്റെ തണലല്ലാതൊരു തണലും നമുക്കില്ല. ആ സമയത്ത് റബ്ബിന്റെ പ്രത്യേക പരിഗണന കിട്ടുന്ന VIP ആയി പരിഗണിക്കപ്പെടുന്ന വിഭാഗത്തിൽ ആ മനുഷ്യനെ അള്ളാഹു പെടുത്തു. നോക്കുങ്ങൾ, കേവലം 20 റക്അത്ത് ഇശാ മഗ്‌രിബിനിടയിൽ ഒന്ന് അനുഷ്ഠിക്കാൻ, നിസ്കരിക്കാൻ സമയം കണ്ടെത്തിയാൽ അള്ളാഹുവിന് കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഈ നിസ്കാരത്തിന്റെ പവർ എത്രയാണെന്ന്
കൊടുക്കുകയാണെന്ന് മുത്തുനബി തങ്ങളുടെ അടുത്ത വാക്കിൽ നിന്ന് മനസ്സിലാകും. ഇനി ഒരാൾ 20 റക്അത്ത് നിസ്കരിച്ചാലുണ്ടല്ലോ അവന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞു. അവന്റെ നഫ്സിനെ, അവന്റെ ശരീരത്തെ, അല്ലെ അവളുടെ ശരീരത്തെ, കുടുംബത്തെ, മക്കളെ, അതുപോലെ സമ്പത്തിനെ, അവർക്ക് നൽകിയ ദുനിയാവിനെ, അവന്റെ ആഖിറത്തെ തുടങ്ങി എല്ലാത്തിലും സംരക്ഷണം നൽകുന്നതോടൊപ്പം വജീറാനിഹി, ഈ നിസ്കരിക്കുന്നവരുടെ അയൽവാസികളെ പോലും അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. അത്രയേറെ പവറുണ്ട് അതിന്, അത്രയേറെ പവർ ആ നിസ്കാരത്തിനുണ്ട്. അവർ അയൽവാസികളിലേക്ക് പോലും അതിന്റെ നന്മയെത്തും എന്ന് മാത്രമല്ല വദാരിഹി, അവരുടെ വീടിനെയും അള്ളാഹു സംരക്ഷിക്കും. വദവീറാത്തില്ലത്തി ഹൗലഹു, അതുമാത്രവുമല്ല അവന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന, ഈ നിസ്കാരക്കാരന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ അള്ളാഹുവിന്റെ ഒരു കാവലുണ്ടായി തീരുമെന്ന്. നമ്മൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ, ഏറ്റവും വലിയ ഖൈറല്ലേ. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് അതിന് സാധിക്കും. അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ അവനും അവന്റെ അഹ്ലിനും കുടുംബത്തിനും നൽകാൻ, അവന്റെ കൂട്ടാളികൾക്കും അവന്റെ അയൽവാസികൾക്കും നൽകാൻ കേവലം 20 റക്അത്ത് അവന്റെ നിസ്കാരശേഷം, മഗ്രിബ് നിസ്കാരശേഷം ഇശായിനിടയിലായി അവൻ നിസ്കരിച്ചു തീർത്താൽ മതി. വലിയ സൂറത്തൊന്നും ഓതണ്ട, ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും മാത്രം ഓതി അവൻ നിസ്കരിച്ചാൽ മതി. ഇതോടൊപ്പം തന്നെ വയുഹവ്വിനുല്ലാഹു അലൈഹി സക്കറാത്തുൽ മൗത്ത്, എല്ലാവരും പേടിക്കുന്ന ഒരു സംഗതിയാണ്, എല്ലാവരും പേടിക്കുന്ന ഒരു വിഷയമുണ്ട്. സക്കറാത്തുൽ മൗത്ത്, മരണവേദന, മരണത്തിന്റെ അവസ്ഥ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എളുപ്പം ചെയ്തു കൊടുക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറയുക. അല്ലാഹു അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കും. അവൻ ബേജാറുണ്ടാവൂല, പ്രശ്നങ്ങൾ ഉണ്ടാവൂല, പ്രയാസം ഉണ്ടാവൂല, ഒരിടങ്ങേറുമില്ലാതെ സ്വസ്ഥമായി റാഹത്തായി സ്വർഗം കണ്ട് മുത്തുനബി തങ്ങളെ കണ്ടു മരിക്കാനുള്ള അവസരം അള്ളാഹു കൊടുക്കും. സക്കറാത്തുൽ മൗത്തിന്റെ വിഷമം, ആ പ്രയാസം അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന സക്കറാത്തുൽ മൗത്ത്, ഏറ്റവും വലിയ ഇടങ്ങേറാണ് മരണസമയത്തുള്ള ഇടങ്ങേറ്. ആ ഇടങ്ങേറിന് അള്ളാഹു പരിഹരിച്ചു കൊടുക്കും, അള്ളാഹു അങ്ങോട്ട് എളുപ്പമാക്കി കൊടുക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറയാ. വാഹുവാലിൽ ഖിയാമ, ഇനി ഖിയാമത്ത് നാളിലെത്താൻ അവന് അവസരം ഉണ്ടായി, എന്നാലോ ആ ഖിയാമത്തിന്റെ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു അവനെ ഏൽപ്പിക്കൂല. അള്ളാഹു അതിൽ നിന്ന് തൊട്ടും അവനെ കാവൽ ഏൽപ്പിക്കും. അതുമാത്രവുമല്ല, ഇനി നാളെ മഹ്ശറ വൻസഭയിൽ ചെന്നു ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സിറാത്ത് കടക്കുന്ന ഒരു രംഗം വരാനുണ്ട്. സിറാത്ത് കടക്കണം, സിറാത്ത് കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ആ സിറാത്തിന്റെ വാതിക്കൽ നിൽക്കുമ്പോ, അതിന്റെ പടിവാതിൽ നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വയുമിറു അല സിറാത്തി കൽ ബർഖി, മിന്നൽ വേഗത്തിൽ അല്ലാഹു അവനെ കടത്തിവിടുന്നതാണ്. മിന്നൽ വേഗത്തിൽ ആ വ്യക്തിയെ അല്ലാഹു കടത്തിവിടും, മിന്നൽ വേഗത്തിൽ കടത്തിവിടും. എത്ര കാവലാണ് അല്ലാഹു നൽകുന്നത് അറിയോ? എത്ര കാവലാണ് നൽകുന്നത് കേവലം 20 റക്അത്തുകൾക്ക്. മിന്നൽ വേഗത്തിൽ സ്വർഗം കടക്കാൻ, സിറാത്തിലേക്ക് കടക്കാൻ, സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു അവസരം കൊടുക്കും. എന്നിട്ടോ വയുദ്ഖിലുഹുൽ ജന്ന, സ്വർഗത്തിലേക്ക് അവനെ അല്ലാഹു അയക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കാൻ അവസരം കൊടുക്കും അല്ലാഹു കടത്തി തെരുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും, മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളും, ഉസ്മാൻ തങ്ങളും, അലിയാരി തങ്ങളും, മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങൾ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ തുടങ്ങി മഹത്തുക്കളായ സ്വഹാബത്ത് കടക്കുന്ന, അമ്പിയാക്കളകിലവും കടക്കുന്ന, മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കളൊക്കെ കടക്കുന്ന ആ പരിശുദ്ധ സ്വർഗത്തിലേക്ക് കേവലം 20 റക്അത്ത് നിസ്കരിക്കുന്ന പതിവാക്കുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിവിടുമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ശഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 6 റക്അത്ത് കൃത്യമായി നിസ്കരിക്കാൻ പറ്റുന്നവരാണോ എങ്കിൽ അത് ചെയ്യുക, അത് നിസ്കരിക്കുക. വലിയ പ്രതിഫലമുണ്ട്. 12 വർഷത്തെ അമൽ അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും. ഇനി ഒരാൾക്ക് 12 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയാലോ അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും, പുറത്തു കൊടുക്കും. ഇനിയോ 20 റക്അത്ത് വീതം ഒരാൾക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ അവന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സകല സംഗതികളിലും അല്ലാഹുവിന്റെ വലിയ കാവലുണ്ടാകുമെന്ന് മുത്തുനബി തങ്ങൾ പറയുക. അവ്വാബികൾ നിസ്കരിക്കുന്ന നിസ്കാരം സ്വലാത്തുൽ അവ്വാബി അല്ലാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ പവിത്രമായ ആ സമയം നിസ്കാരങ്ങൾ കൊണ്ട്, ഖുർആൻ ഓതലുകൾ കൊണ്ട് ധന്യമാക്കണം. മറ്റ് ദുനിയവിയായ ചർച്ചകൾ, മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവായി നിന്ന് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ പുന്നാര നബിതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അവസരത്തിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.